നമസ്കാരം സുഹൃത്തുക്കളെ, വൺസ് അഗൈൻ വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന വിമാനവാഹിനി കപ്പലുകൾ, അത്യാധുനിക ഡിസ്ട്രോയർ, അപാരമായിട്ടുള്ള വ്യോമശക്തിയുള്ള അമേരിക്കയെ നാവികസേനയെ ഒരു പ്രാദേശിക ശക്തിയായിട്ടുള്ള ഇറാൻ നേരിട്ട് നേരിടുമോ അതാണ് ചോദ്യം എന്ന് പറയുന്നുള്ളൂ. അതായത് ഫേസ് ടു ഫേസ് ഉണ്ടാകുമോ? ഉത്തരം ഇല്ല എന്നാണ് പറയാൻ സാധിക്കുക. നേരിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്കെതിരെ ജയിക്കാൻ സാധിക്കില്ല എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്ത രീതിയെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അവർ തിരഞ്ഞെടുത്ത രീതി എന്ന് പറയുന്നത് അസിമെട്രിക് യുദ്ധം, അതായത് ശക്തിയാലല്ല, ഒരു തന്ത്രങ്ങളാൽ, ഭൂമിശാസ്ത്രപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറാൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതാണ് അമേരിക്ക വൈകിപ്പിക്കുന്നത്. അമേരിക്ക ഇപ്പോൾ ഏകദേശം 5-6 ദിവസത്തോളമായി ലിങ്കൻ വന്നു, ഫോർഡ് വരുന്നു, റൂസ്വെൽറ്റ് വന്നു. അവരെ ഗോസ്റ്റ് ഷിപ്പായി മാറിയിരിക്കുക. അവർ ട്രാൻസ്പോണ്ടേഴ്സൊക്കെ ഓഫാക്കി ആർക്കും അറിയാൻ സാധിക്കില്ല ഇവരെവിടെയോ അപ്രത്യക്ഷമാണ്. മധ്യപൂർവേഷ്യയിലുണ്ട്. അമേരിക്ക ഭീഷണി മുഴക്കുന്നു, ഇസ്രായേൽ ഭീഷണി മുഴക്കുന്നു, ഇറാൻ മുഴക്കുന്നു. അങ്ങനെ ഇപ്പോൾ വെറും തേങ്ങ ഉടക്കിയ സാമി മാത്രമാണ്. എന്നുടയ്ക്കുമെന്ന് ആർക്കും അറിയാം. എന്തുകൊണ്ടാണ് തേങ്ങ ഉടയ്ക്കാത്തത്? ഇറാൻ ഏതൊക്കെ രീതിയിലാണ് ഭൂമിശാസ്ത്രപരമായിട്ടും പിന്നെ നമ്മൾ പറഞ്ഞ എന്തൊക്കെ തന്ത്രങ്ങളാണ് മെനയാൻ പോകുന്നത്? അതായത് ഒരു സാധാരണ കാഴ്ചയോടെ നമുക്ക് തുടങ്ങാം. അതായത് നമുക്കറിയാം, ഈ കടലിൽ കൂടെ അമേരിക്കയുടെ ജെറാഡ് ഫോർഡ് വരുന്നു. വ്യൂഹം, അതായത് ഈ പറയുന്ന ഡിസ്ട്രോയേഴ്സ്, കാരിയേഴ്സ് ഒറ്റയ്ക്കല്ല, ഓക്കെ, അവരുടെ കൂടെ എന്ന് പറയുന്ന ഡിസ്ട്രോയേഴ്സ് ഉണ്ടാവും, സബ്മറീൻസിൻ്റെ കൂട്ടമായിട്ടാണ് വരാൻ പോകുന്നത്. ഇറാൻ്റെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു സാധാരണ ചരക്ക് കപ്പൽ വരും, എല്ലാം സാധാരണമാണ്. പെട്ടെന്ന് ഈ ചരക്ക് കപ്പലിൻ്റെ കണ്ടെയ്നർ അങ്ങ് തുറക്കുകയാണ്, വാതിൽ തുറക്കുന്നു, മിസൈലുകൾ വരുന്നു. അതേ സിവിലിയൻ കപ്പൽ തന്നെ ആയുധമാക്കുന്ന രീതി അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക സത്യം പറഞ്ഞാൽ ഇതിലേക്കൊന്നും കടക്കാതെ, ഈ കാരിയേഴ്സ് മൂവ് ചെയ്യുമ്പോൾ ഒരു 10-200 അല്ലെങ്കിൽ 100 കിലോമീറ്റർ അകലെയുള്ള സാധാരണ സിവിലിയൻ കപ്പലിൽ നിന്ന് മിസൈൽസ് ലോഞ്ച് ചെയ്യുകയാണ്. ലക്ഷ്യം ഒരു കാര്യമാണ്, അമേരിക്കൻ സംവിധാനങ്ങളെ തകർക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ മിസൈലുകളുടെ കൂടെ തന്നെ ഡ്രോണുകൾ ഈ കപ്പലിൽ നിന്ന് പറക്കുക. അതോടൊപ്പം തന്നെ അടിയിൽ ഇവർ സബ്മറീൻസ് ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ. രണ്ടാമത്തെ തന്ത്രം എന്ന് പറയുന്നത് സ്വാം ആക്രമണം. അതായത് നമുക്ക് എല്ലാവർക്കും, ഒരുപാട് പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതായത് ഇറാൻ്റെ IRGCക്ക് 100 കണക്കിന് ചെറിയ വേഗതയേറിയ ബോട്ടുകളുണ്ട്. ഒന്നൊന്നും നോക്കിയാൽ ഒരെണ്ണോ 2-3 ഒന്നും വലിയ ശക്തിയില്ല. പക്ഷെ 100ഓളം ബോട്ടുകൾ ഒരുമിച്ച് റോക്കറ്റ് ലോഞ്ചേഴ്സായി വന്നാൽ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞു പോകും. അത് ആക്രമിക്കണം എന്നറിയില്ല. ഒരു 50 എണ്ണം ഒരേ മൂലയ്ക്ക് നിന്ന് വന്നാൽ എല്ലാത്തിനും ഡ്രോണുകളുണ്ട്, ലോഞ്ചേഴ്സ് ഉണ്ട്. അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഈ ചെറു ബോട്ടുകൾ വരുന്ന IRG സംഘങ്ങൾ. രണ്ടാമത് പറയുന്നത് മൈനിങ്, അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര വഴി ഹോർമോസ് ആണ്. ഇറാൻ ഇവിടെ മൈനുകൾ സ്ഥാപിച്ചാൽ യുദ്ധം കടലിൽ മാത്രമല്ല ഒതുങ്ങാൻ പോകുന്നത്, ഓക്കെ, എണ്ണ വില കുതിക്കും, ആഗോള വിപണി കുലുങ്ങും, സാമ്പത്തികമായിട്ടുള്ള യുദ്ധം ആരംഭിക്കും. മൂന്നാമത്തെ തന്ത്രമാണിത്. മനസ്സിലുള്ളത്. നാലാമത്തെ തന്ത്രം എന്ന് പറയുന്നത് പർവ്വത മേഖലയാണ്. പർവ്വതമാണ് മൊത്തം തീരത്ത്. മൊബൈൽ മിസൈൽ ലോഞ്ചേഴ്സിന് ഏറ്റവും സൂപ്പറാണ് പർവ്വതം. വെടിവെക്കുക, ഉടൻ സ്ഥലമിടുക, ഷൂട്ട് ആൻഡ് സ്കൂട്ട്. കപ്പലുകൾക്ക് ഓടി ഒളിക്കാൻ സാധിക്കില്ല, മനസ്സിലാവുന്നുണ്ട്. അതായത് അമേരിക്കൻ കപ്പലുകൾക്ക് ഒളിക്കാൻ ഇടമില്ല. അതായത് പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് എവിടേക്ക് അടിക്കുന്ന ഇവന്മാർ നേരെ ഷൂട്ട് ചെയ്ത ശേഷം ഈ മൊബൈൽ ലോഞ്ചേഴ്സാണ് നേരെ പോയി പറകുന്നതിനുള്ളിൽ പോകും. ഇതൊരു പേടിയാണ്. മൂന്നാമത്തെ പേടി, ആദ്യം പറഞ്ഞ സ്വാം, ഒരുപാട് ചെറുബോട്ടുകൾ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു മൈനുകൾ. മൂന്നാമത്തെ ഈ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് മിസൈലുകൾ പ്രയോഗിക്കുക. നാലാമത്തെ പറയുന്നത് സബ്മറീൻ അംബുഷ്. പേർഷ്യൻ ഗൾഫിൽ ആഴം വളരെ കുറവാണ്. വലിയ ആണവ സബ്മറീൻസുകൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇറാൻ്റെ ചെറിയ ശബ്ദരഹിതമായിട്ടുള്ള ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസുകൾ അത്യുത്തമമാണ് ഈ ഷാലോ വാട്ടേഴ്സിൽ. ഇത് കടലിൻ്റെ അടിത്തട്ടിൽ വിട്ട് കഴിഞ്ഞാൽ ലക്ഷം മുകളിൽ കൂടെ പോകുന്ന ഷിപ്പുകളാണ്. അങ്ങനെ വന്നാൽ ഷിപ്പുകൾ മുങ്ങില്ല. പക്ഷേ അങ്ങനെ വന്നാൽ വിമാനങ്ങൾക്കൊന്നും പറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഷിപ്പുകൾ എത്തിക്കുക. ഡ്രോൺ യുദ്ധം, പിന്നെ ഡ്രോണുകൾ
അഞ്ചാമത് ഒരുപാട് ഡ്രോണുകൾ പറത്തിവിടുക അമേരിക്കയുടെ തീരത്തേക്ക്. അതും ഭയങ്കര വലിയ പ്രശ്നമാണ്, അപകടകരമായ രീതിയിലാണ്. അതുകൊണ്ടാണ് യുദ്ധം എന്ന് പറയുന്നത് എളുപ്പമല്ല, അമേരിക്ക വിജയിക്കണമെങ്കിൽ എളുപ്പമല്ല. ഈ പ്രധാനപ്പെട്ട പ്രശ്നം എന്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഇറാൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അമേരിക്കയെ ചെലവ് കൂട്ടുക, പ്രതിരോധ മേഖലയിലേക്ക് അമേരിക്ക പ്രതിരോധം, അതായത് ഒരുപാട് അറ്റാക്കുകൾ വരുമ്പോൾ അമേരിക്ക അറ്റാക്കിന് പകരം എന്ന് പറയുന്നത് പ്രതിരോധത്തിലേക്ക് പിന്തിരിയുക, ചെലവുകൾ കൂട്ടുക, അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് പിന്മാറുക. ഇതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക, അമേരിക്ക വെറുതെ എന്ന് പറയുന്നത് 10 ബോംബിട്ട് പോകാൻ സാധിക്കില്ല. ഇറാൻ എന്ന് പറയുന്നത് ചെറിയ പുള്ളിയല്ല, കരുതലോടെയായിരിക്കണം അമേരിക്ക. അതായത് അമേരിക്കയ്ക്ക് ഇറാൻ്റെ ശക്തി അറിയാവുന്നതുകൊണ്ടാണ് വളരെ വളരെ കരുതലോടെ, മുൻകരുതലോടെ അവർ എല്ലാവിധ ഫോഴ്സുകളും ഉപയോഗിക്കുന്നത്. അടിക്കുമോ ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ഒരുക്കങ്ങളാണ്. ഇറാൻ ചെറിയ പുള്ളിയല്ല, ഇറാൻ ഇറാൻ്റെ രീതിയിൽ കൂടെ മുന്നേറുകയാണ്. അപ്പോൾ നമുക്ക് വരും ദിവസത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. എൻ്റെ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കും ഇറാൻ്റെ ആക്രമണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി. ഡ്രോണുകൾ, സബ്മറീൻസുകൾ, മൈനുകൾ, അതോടൊപ്പം തന്നെ എന്താ പറയുന്ന സ്വാം, അതായത് ഒരുപാട് ചെറു ബോട്ടുകൾ വന്ന് മുക്കുക, അതുവഴി എന്താ പറയുക പ്രതിരോധത്തിലേക്ക് അമേരിക്ക കൊണ്ടുപോവുക. ചെറിയ ബോട്ടുകൾ പോലും അടുത്ത് വന്നാൽ പോലും അത് അമേരിക്കയ്ക്ക് വളരെ വളരെ നാണക്കേടാകും.